കേരളത്തിലെ സാധാരണക്കാർക്ക് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഒരു മുസ്ലിമായി ജീവിക്കുന്നതിന് അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ച് ദീനിനെ ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ, അതിൻ്റെ ശരിയായ വിശ്വാസത്തിൽ, ശരിയായ കർമ്മശാസ്ത്ര മേഖലകൾ ഈ സമുദായത്തെ പഠിപ്പിച്ച് ബോധവൽക്കരിച്ച് നമ്മുടെ രാജ്യത്ത് മറ്റെവിടെയും കാണാത്ത തരത്തിൽ എല്ലാ അർത്ഥത്തിലും ജീവിതം ഇസ്ലാമികമായി ക്രമീകരിക്കുന്നതിന് വേണ്ടി ചിട്ടപ്പെടുത്തിയെടുക്കുന്ന ഒരു മഹത്തായ ഒരു സംരംഭമാണിത്. ഇതിൻ്റെ ആലോചനകൾ, ഈ സംവിധാനത്തിൻ്റെ സിലബസ്, ആ സിലബസ് കൃത്യമായി പ്രായോഗികവൽക്കരിക്കുന്നത്, അതിനെ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ചിട്ടപ്പെടുത്തി, പാകപ്പെടുത്തി, മിനുസപ്പെടുത്തി, പരിഷ്കരിച്ച് അതിൻ്റെ കാലത്തിനനുസരിച്ച്, തലമുറകൾക്കനുസരിച്ച് അധ്യാപനത്തിൻ്റെ രീതി മാറ്റി, എന്നാൽ അടിസ്ഥാന തത്വങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാണിച്ച അതേ പാതയിൽ കൊണ്ടുപോകുന്ന, വളരെ സയൻറ്റിഫിക്കായി ഇന്നും അത് നിലനിർത്തിപ്പോകുന്ന ഈ സംഘത്തോട്, ഈ സംഘടനയോട് എന്തെന്നില്ലാത്ത അഭിമാനബോധത്തോടു കൂടി അതിനെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. മർക്കസിൽ ഒരു പരിപാടിക്കായി ഞാൻ വരുന്നത് ആദ്യമാണ്. 2-3 തവണ ഇവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു സ്ഥാപനത്തിനൊരു പരിപാടിക്കായിട്ട് വരുന്നത് ആദ്യമാണ്. ഇവിടെ ഈ കാരന്തൂരിൽ നിന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ വെള്ളി വെളിച്ചം ത്രസിപ്പിക്കുന്ന ഒരു മഹത്തായ സ്ഥാപനത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മർക്കസ് എന്ന് പറയുമ്പോൾ കേന്ദ്രമാണ്. അത് ഇന്ന് ഈ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇതിൻ്റെ ദീനിൻ്റെ പ്രകാശം ജ്വലിപ്പിക്കുന്ന ഒരു കേന്ദ്രമായി മർക്കസ് അതിൻ്റെ ഉന്നത നിലയിൽ നിൽക്കുന്നു എന്നുള്ളത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. മർക്കസ് സ്ഥാപനങ്ങൾ ഈ കാരന്തൂർ ഈ പ്രദേശത്താണ് നിലനിൽക്കുന്നതെങ്കിലും ഇതിൻ്റെ മറ്റ് ഉപശാഖകളെപ്പോലെ ഇതിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വെളിച്ചം കൊണ്ട് പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളും എനിക്കറിയാം. കുറ്റ്യാടി സിറാജുൽ ഹുദ അറിയാം, നാദാപുരം ദാറുൽ ഹുദ അറിയാം. അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നടത്തി ഒരു നെറ്റ്വർക്ക് എന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നത് മറ്റ് ഇതര സമുദായ സംഘടനകളെല്ലാം വളരെ ബഹുമാന ആദരവോട് കാണുന്ന ഒരു വലിയ ഒരു സംവിധാനമായി മാറിയത് അതിൻ്റെ ഒരു അത്ഭുതകരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ, ആലോചനയുടെ, അതിൻ്റെ ഒരു സംഘാടനത്തിൻ്റെ ഒരു മികവായി ഞാൻ കാണുകയാണ്. ഒരു മതവിഭാഗം ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ മറ്റ് മതവിഭാഗങ്ങൾ അത് ഭീതിയോടുകൂടി കാണുന്ന ചില സന്ദർഭങ്ങൾ എങ്കിലും കേരളത്തിലുണ്ട്. എന്നാൽ മർക്കസ് അതൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ, അതൊരു കോളേജാണെങ്കിലും, അതൊരു മതവിദ്യാഭ്യാസ കേന്ദ്രമാണെങ്കിലും, അത് മസ്ജിദുകളാണെങ്കിലും എല്ലാം അതിനെ എല്ലാ വിഭാഗം ആളുകളും ബഹുമാന ആദരപൂർവ്വം യാതൊരു ഭീതിയുമില്ലാതെ അത് ആ നാട്ടിൽ വരുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായി കാണുന്നു എന്നുള്ളത് അത് ഈ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരിലുള്ള വിശ്വാസം കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. ഇത് വളരെ വലിയ ഒരു പരിപാടിയാണ്. ഇവൻ്റസ് അത് മത ഭൗതിക വിദ്യാഭ്യാസ തലങ്ങളിൽ ഉന്നത നിലവാരം പുലർത്തുന്ന കുട്ടികളെ യഥാർത്ഥ അർത്ഥത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന വലിയ ഒരു പരിപാടിയായി ഞാൻ ഇതിനെ കാണുകയാണ്. സ്വർണ്ണ നാണയം നേരിട്ട് നൽകുന്നു. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ജീവിതത്തെ ചിലപ്പോൾ അത് മാറ്റിമറിക്കുന്ന ഒരു പ്രോത്സാഹന പരിപാടിയായിരിക്കും ഇന്നിവിടെ വെച്ച് നടക്കുന്നത്. ആ കുട്ടിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്ര വലിയ ഒരു അംഗീകാരം കിട്ടുന്നത്. ബഹുമാന്യനായിട്ടുള്ള ഉസ്താദിൻ്റെ, കാന്തപുരം ഉസ്താദിൻ്റെ സാന്നിധ്യത്തിൽ വളരെ വിലയേറിയ സമ്മാനങ്ങൾ കിട്ടി. ആ കുട്ടികളുടെ ഭാവി ജീവിതം ചിലപ്പോൾ ഇന്നത്തെ ഈ ഒരു അവാർഡ് ദാനത്തോടു കൂടി അത് വലിയ സ്പാർക്കായി മാറും. അത് വളരെ വലിയ ഒരു റിസൾട്ടിലേക്ക് എത്തിച്ചേരും എന്ന്
ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ഇങ്ങനെ വളരെ നല്ല രീതിയിൽ കുട്ടികളെയൊക്കെ ഒരു തലമുറയൊക്കെ പ്രോത്സാഹിപ്പിച്ച് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിങ്ങൾ മുന്നേറുന്നു എന്നുള്ളത് ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകന്മാർക്കൊരു മാതൃക കൂടിയാണ് എന്നുകൂടി ഞാനിവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.